ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു എലൈൻ കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് അജ്രക്കിൻ്റെ നമ്മൾ 2.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇത് എലൈനിലാണ് തയ്ക്കുന്നത്. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കഴുത്തിലും സ്ലീവിലും നമ്മൾ ചെറിയൊരു വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു കുർത്തിയാണ് ഈ മോഡൽ കുർത്തി. നമ്മൾക്കിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പം നമുക്കിത് ഒന്ന് 4ആയിട്ടൊന്ന് മടക്കണം. നമ്മൾ ഈ കുർത്തി ഇപ്പം 4ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 45 ആണ് ലെങ്ത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസിനോടെ കൂട്ടിക്കഴിയുമ്പോൾ 46.5 46 കിട്ടണം. അപ്പോൾ അതിൽ സ്ലീവിനും കൂടെ നമ്മൾ ആകെ ഇത് 2.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ സ്ലീവിനും കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ അടിഭാഗത്തുനിന്ന് 46.5 ഇഞ്ച് എവിടെ കിട്ടുന്നു അവിടെ ഇങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ലൈൻ പോലെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കട്ട് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ വരികയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ മെഷർമെൻ്റ് എടുക്കാം. ഈ കുർത്തിയുടെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ച്. 6.5 ഇഞ്ച് ഷോൾഡർ, താഴോട്ടും 6.5 ഇഞ്ച്. ഇത് നമ്മുടെ കുർത്തിയുടെ അകവശത്താണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് 6.5 ഇഞ്ചിൽ 6.5 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈന് 10 ഇഞ്ച്. 10 ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പുകൾ. എന്നിട്ട് ഈ ലൈൻസ് ഒന്ന് നമുക്ക് നീട്ടി വരയ്ക്കണം. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ ലെങ്ത് 6.5യുടെ ഹാഫ് കണ്ടുപിടിക്കണം. 3.25. എന്നിട്ട് ഒരു ആം ഹോൾ കർവ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്തു ഇനി നമ്മുടെ ഈ ലൈനിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടത്തേക്ക് 14 ഇഞ്ച് വേസ്റ്റ്, അവിടെ നിന്ന് 21 ഇഞ്ച് ഹിപ്പും നമുക്ക് അടയാളപ്പെടുത്തണം. ഇവിടെയും 14, 21 ഒരു ലൈനായിട്ടങ്ങ് വരയ്ക്കാം. ഇവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. വേസ്റ്റിൻ്റെ വണ്ണം. അവിടെ നിന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഹിപ്പിൻ്റെ വണ്ണം കൊടുക്കുന്നത് 11.5 ഇഞ്ചാണ്. അവിടെ നിന്ന് 1 ഇഞ്ച് മതി. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്യണം. തയ്യൽ തുമ്പെല്ലാം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്കെയിൽ ഉപയോഗിച്ച് അങ്ങനെ അറ്റം വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ അറ്റത്തോട്ട് നമ്മൾ കുട്ടികൾ അങ്ങനെ അറ്റത്ത് താഴ്ഭാഗത്ത് എത്രയും കിട്ടുന്നോ അത്രയും വരെ നമ്മളങ്ങ് എടുക്കാം. നമ്മൾ ഈ മുകളിലത്തെ ലൈനിൻ്റെ അവിടെ ടേപ്പിൻ്റെ ഭാഗം പിടിക്കണം. ഫസ്റ്റ് ഭാഗം പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് നമ്മുടെ ലെങ്ത് എത്രയായിരുന്നു? 46.5 ഇഞ്ച്. അതങ്ങനെ ഈ ഭാഗത്ത് ടേപ്പ് എടുക്കരുത്. എന്നിട്ട് ഓരോ ഭാഗത്തും 46 വെച്ച് നമുക്കൊന്ന് ഏളപ്പെടുത്തണം. അപ്പം റൗണ്ടേ കിട്ടും. നമുക്ക് നല്ല റൗണ്ടേ കിട്ടും. ഇവിടെ മേളിൽ കൈ മാറ്റരുത്. 46 വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് റൗണ്ട് 46 അവിടെ തന്നെ കേക്ക് വെച്ചിട്ട് നമുക്ക് 46 റൗണ്ട് ഇങ്ങനെ നമ്മളൊന്ന് മെഷർ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് 46 കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് നെക്കൂടെ അങ്ങ് കട്ട് ചെയ്ത് പോമേ. അപ്പോൾ അതിന് വേണ്ടി ഒരു പീസ് അങ്ങ് മാറ്റണം. ആദ്യം നമുക്കൊന്ന് ആം ഹോള് കുഴിച്ചു വെട്ടാം. നമ്മൾ ഇതിപ്പോൾ ഫ്രണ്ടാണ് വെട്ടുന്നത്. നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. 3 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തു. നമ്മൾ ഇതിൽ വി ഷേപ്പിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ
6 ഇഞ്ച് നമ്മുടെ 3 ഇഞ്ച് ഇവിടെയും താഴെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സായിട്ടങ്ങ് വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വി പോലെ നമുക്ക് വീത് വരച്ചെടുക്കാം. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്ന് ആം ഹോളും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ആദ്യം ഈ നെക്ക് അങ്ങ് കട്ട് ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടണം. ഇത് ഫ്രണ്ടിൻ്റെ ആം ഹോളാണെന്നറിയാൻ വേണ്ടി ചെറിയൊരു കട്ടിങ്ങോട് കൊടുക്കണം. ഇനി നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ വിഡ്ത്ത് സെയിം തന്നെ 3 ഇഞ്ച്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 5 ഇഞ്ച്. ഇവിടെയും 3 ഇഞ്ച് തന്നെ നമുക്ക് വിഡ്ത്ത് എടുക്കുക. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാമേ. ഇവിടെ ഇപ്പം ഞാനൊരു യു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്യും. നമ്മൾ മുമ്പ് കുർത്തി ഇട്ടപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡായിട്ട് തന്നെയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തൊന്നും മാറ്റിയില്ലായിരുന്നു. അപ്പം നമുക്കതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഇവിടുത്തെ സ്ലീവിൻ്റെ ലെങ്ത് 13 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടി 14 ഇഞ്ചിൽ ഇതിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് എൻ്റെ ഇവിടുത്തെ മുകളിലത്തെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് താഴോട്ട് 3.5 ഇഞ്ച്. താഴോട്ട് 3.5 ഇഞ്ച്. എന്നിട്ട് ഈ 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ആ കർവിൻ്റെ കോർണറിൻ്റെ അവിടോട്ട് ഉള്ള വണ്ണം എടുക്കുക. അതിൻ്റെ ഹാഫ് എടുക്കണം. 9.5യുടെ പകുതി എന്ന് പറയുന്നത് 4.25 ഇഞ്ച്. അതിൻ്റെ ഹാഫ് എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഹാഫ് എടുത്തതിലേക്ക് മുട്ടിക്കുക. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ആ 3.5 ഇഞ്ചിൻ്റെ അവിടോട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അവിടെ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്കിഷ്ടമുള്ള തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലീവ് ഇടാം. സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ വേണ്ടി നല്ല വശവും കൂടെ നമ്മൾ ഒരുമിച്ച് ഇടുക. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് കുഴിച്ച് വെട്ടണം. എന്നിട്ട് ഇത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു കട്ടിങ് ഇവിടെയും കൊടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ കുർത്തി കട്ട് ചെയ്തല്ലോ ഫ്രണ്ടും ബാക്കും, അതേ അളവിൽ തന്നെ നമ്മുടെ ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഇഞ്ച് നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശവും വേണേ. ലൈനിങ്ങിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും കൂടെ വേണേ നമ്മൾ വെക്കാൻ. എന്നിട്ട് 1/4 ഇഞ്ചിൽ നമ്മളിങ്ങനെ റൗണ്ട് 1/4 ഇഞ്ചിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ അങ്ങനെ ഈ വി നെക്കും ഈ യു നെക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നെക്ക് പറ്റ വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. സെയിം മറ്റേ നെക്കിലും ചെയ്യണേ. എന്നിട്ട് ഓരോ ഇഞ്ചിൻ്റെ വെട്ട് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ഓരോ കട്ടിങ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് പതിച്ചടിക്കണം. പതിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 തുണിയും അടിയിൽ വേണം, നല്ല തുണിയും ലൈനിങ് തുണിയും വേണം. അതേപോലെ ലൈനിങ് തുണിയുടെ മണ്ടേ വേണേ നമ്മൾ അടിക്കുന്ന അടിപ്പ് വരെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ലൈനിങ് തുണിയുടെ ഈ ഭാഗത്ത് വെച്ച് നമ്മൾ നെക്ക് മുഴുവൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ.
നമ്മളിങ്ങനെ ലൈനിങ്ങിൻ്റെ ഭാഗത്തുകൂടെ ഒരടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. അതിനിങ്ങനെ ലൈനിങ് തുണി നല്ല തുണിയും കൂടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത നെക്ക് ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഒരേ രീതിയിൽ വേണം വരാൻ. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കണം 2 ഭാഗം. അങ്ങനെ നമ്മൾ ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ് തുണി നമ്മൾ അകത്തോട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കാണാതെ നമുക്ക് ചെയ്ത് കിട്ടും. ഇതിൽ ഇപ്പോൾ ഈ നെക്ക് ഞാൻ അടിക്കുന്നില്ല. നെക്ക് അടിക്കേണ്ടവർക്കാണെങ്കിൽ ഈ ഭാഗത്തു നിന്ന് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്ത് ബാക്കിൽ ഇങ്ങനെ റൗണ്ടേ സ്റ്റിച്ച് വന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് അപ്പോൾ ബാക്ക് നല്ല പതിഞ്ഞിരിക്കും. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമേ. അത് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കഴുത്ത് ഫ്രണ്ട് അടിക്കാത്തത്. അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്താൽ മതി, നല്ല വൃത്തിക്ക് ഇരുന്നോളൂ. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മുടെ നെക്കിലൊരു ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട്. അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ അറ്റത്തൊരു പടി വെക്കുന്നുണ്ട്. ആ പടിയിലാണ് നമ്മുടെ ഹാൻഡ് വർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം ഇപ്പോൾ മടക്കി അടിക്കുന്നില്ല. നമുക്കത് പടി വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അത് പടി വെച്ച് അടിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ലീവ് അങ്ങ് ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ കുർത്തിയുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇവിടെ 1/2 ഇഞ്ചിൽ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്ലീവും ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അടിഭാഗം ഒന്നും ഇപ്പോൾ അടിക്കുന്നില്ല. നമ്മളിത് ഒരു പടി വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കും. എന്നിട്ട് അത് അപ്പോൾ ഹാൻഡ് വർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹാൻഡ് വർക്കിലോട്ട് പോകാം. നമ്മളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ഗോൾഡൻ്റെ കട്ട് ബീഡ്സും ഇതേപോലെയുള്ള വലിയ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിലോട്ട് പോകാം. ഇതിൽ ചെയ്യുന്ന ഒരു ലെയർ കട്ട് ബീഡ്സ് ഇങ്ങനെ ചുറ്റും നമ്മൾ ഇങ്ങനെ ചുറ്റിനും ഇതിനും ഈ ഒരു ലെയർ വെക്കുക. പിന്നെ എന്നിട്ട് നമ്മുടെ ഈ വലിയ ബീഡ്സും ഒരു ലെയർ അതിനോട് ചേർന്ന് വെക്കുക. പിന്നെയും നമ്മൾ ഈ കട്ട് ബീഡ്സ് തന്നെ അതിനോട് ചേർന്ന് അങ്ങനെ ഒറ്റ ലെയറായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന വർക്ക് അതാണ്. നമ്മൾ ഈ ഒരു ലെയർ ഈ കട്ട് ബീഡ്സ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അടുത്ത ബീഡിൽ നമ്മൾ ഈ ബീഡ്സ് കൊണ്ടാണ്, ഇതിനേക്കാൾ ഇച്ചിരി വലിയ ബീഡ്സ് കൊണ്ടാണ് അടുത്ത ലെയർ ചെയ്യുന്നത്. നമ്മൾ അടുത്ത ലെയർ വലിയ ബീഡ്സും ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്ത കട്ട് ബീഡ്സ് ഒരു ലെയറും കൂടെ ചെയ്യണേ. ഇപ്പം നമ്മൾ അടുത്ത കട്ട് ബീഡ്സിൻ്റെ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഇതേപോലെ രണ്ട് തവണ ചെയ്യണം. അപ്പോൾ ഇതും കൂടെ ചെയ്തിട്ട് കാണിക്കാമേ, ഫുൾ വ്യൂ. അപ്പം നമ്മുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം 1 ലെയർ ഇങ്ങനെ പോയി കട്ട് ബീഡ്സ് രണ്ട് പ്രാവശ്യം ചെയ്ത് നടുക്ക് ഇതുപോലെ നമ്മൾ വലിയ മുത്തും ചെയ്തിട്ട് ഒരു ലെയർ പോയി. പിന്നെ അതിൻ്റെ കൂടെ അടുത്ത ഇതിൽ 2 ലെയറായിട്ട് ഡബിൾ ലെയറായിട്ട് ചെയ്യണേ. എന്നിട്ട് നടുക്ക് ഇതുപോലെ നമ്മൾ വേറെ ഒരു കട്ട് ബീഡ്സ് എടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫൈനൽ മൊത്തമായിട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളി ആദ്യം 1 ലെയർ ചെയ്തു, നമ്മൾ മറ്റേ സൈഡിൽ 2 ലെയറും ചെയ്തു,
വലിയ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ട് എന്നിട്ട് നടുക്ക് നമ്മൾ ഒരു സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സ്, മൾട്ടി കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുർത്തിയുടെ ഹാൻഡ് വർക്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കഴുത്തിൽ ഹാൻഡ് വർക്ക് ചെയ്തു. നമ്മൾ സ്ലീവിനും ഒരു ലെയർ ഹാൻഡ് വർക്ക്, 2 സ്ലീവിലും നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ ലെയറായിട്ട്. നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ സ്ലീവ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളായിരുന്നു, സ്ലീവ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സ്ലീവിൻ്റെ ലെങ്തൊക്കെ എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഈ പിന്നെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്തത്. അതേപോലെ സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ നമ്മളൊന്ന് മടക്കി അടിച്ചു, ഇതുപോലെ ഒരു മടക്കി അടിച്ചിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തത് 2 സൈഡും ഓരോന്നും മടക്കി ആ ഹാൻഡ് വർക്ക് ചെയ്ത അതേപോലെ അവിടെ നമ്മളൊന്ന് സിംഗിൾ ഫൂട്ട് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു 2 ഭാഗവും. അങ്ങനെയാണ് 2 കൈയും നമ്മൾ ചെയ്തത്. നമ്മൾ പിന്നെ ഷേപ്പ് ചെയ്തു. നമ്മുടെ ഫുൾ ചെസ്റ്റ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ചെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് നമുക്ക് എത്രയാണോ 4/1, നമ്മുടെ ഫുൾ ചെസ്റ്റിൻ്റെ 4/1 എത്രയാണോ അത് വെച്ച്, എൻ്റേത് ചെസ്റ്റ് 10ആണ്, അങ്ങോട്ടും 10 എടുത്തു, ഇങ്ങോട്ടും 10 എടുത്തു. അതേപോലെ നമ്മൾ 14 ഇഞ്ചിലാണ് വേസ്റ്റ് എടുത്തത്. 14 ഇഞ്ച് വേസ്റ്റ് എടുത്തിട്ട് എൻ്റെ ഒരു ഭാഗത്തേക്കുള്ള വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നടുഭാഗം എടുത്തിട്ട് 8.5 ഇഞ്ച് അങ്ങോട്ടും 8.5 ഇഞ്ച് ഇങ്ങോട്ടും എടുത്തു. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഹിപ്പും ചെയ്തെടുക്കണം. ഹിപ്പിൻ്റെ ലെങ്ത് എൻ്റേത് 20 ഇഞ്ചാണ്. അവിടുന്ന് നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം എത്രയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ ലൈനിങ് മടക്കി അടിച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അറ്റത്ത് നമ്മൾ 2ആയിട്ട് മടക്കി അടിച്ചു. അതേപോലെ നല്ല തുണിയുടെ അറ്റം നമ്മൾ മടക്കി അടിക്കണം. എന്നിട്ട് നമ്മൾ ഷേപ്പ് ആക്കുമ്പോൾ കൈയിൻ്റെ അറ്റത്തു നിന്ന് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പിൻ്റെ അവിടെ വന്ന് നമ്മളിവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ് സെപ്പറേറ്റ് അടിക്കുക, പിന്നെ നമ്മൾ നല്ല തുണി സെപ്പറേറ്റ് അടിക്കണം. അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ കുർത്തി ഇതുണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ബാക്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇത് എലൈൻ കട്ടിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വിരിവുണ്ട്. ഇതാണ് ഞാൻ ഈ കുർത്തി വെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുർത്തിയുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പാൻറ് ശ്രദ്ധിക്കരുത്, പാൻറ് ഇതിനുമായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ലാത്തൊരു പാൻറ്റാണ്. അപ്പോൾ നമ്മുടെ കുർത്തി കണ്ടാ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുർത്തിയുടെ ലുക്ക് വരുന്നത്. കയ്യിലെ ഹാൻഡ് വർക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ കുർത്തിയാണ്. അതേപോലെ നമുക്ക് ഇത് വാങ്ങാൻ, ഈ കുർത്തി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കസ്റ്റമൈസേഷനായിട്ട് പറഞ്ഞാൽ മതി, നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ സൈസും അളവുകളും ഒന്ന് മെഷർ ചെയ്ത് തന്നാൽ മതി. താഴെ വാട്സപ്പിൽ ഇതിൻ്റെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ചെയ്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.